നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കുറേ ചേരുവകളുണ്ട് ശരി. അതിൽ പ്രധാന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഒരാൾക്ക് ഒരു 5 രൂപ കൊടുത്താലും 10 രൂപ കൊടുത്താലും, ഇപ്പോൾ മതഗ്രന്ഥങ്ങളാണെങ്കിൽ ദാനം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൾ അർഹതപ്പെട്ട ആളാണെങ്കിൽ മാത്രമേ നമ്മൾ ആ 5 രൂപ 10 രൂപ കൊടുക്കണമെങ്കിൽ അയാൾക്കും ബെനിഫിറ്റ് ഉള്ളു, നമുക്കും അത് സേവിങ് ആവുള്ളൂ. കൊടുക്കും തോറും പണം ഇരട്ടിക്കും. പക്ഷേ ആപ്റ്റായിട്ട് ആൾക്ക് കൊടുക്കണം. വഴിയെ പോയി കൈ നീട്ടുന്ന കോൺട്രാക്ട് ബേസിൽ ഇറക്കണ കുറേ വിഷക്കാർ, അല്ലെങ്കിൽ പല തെറ്റായ ലൈഫ് സ്റ്റൈലിൽ പോകുന്ന കുറേ ആൾക്കാർക്ക് നമ്മൾ 10 രൂപ കൊടുക്കണമെന്ന് നല്ലത്. നമ്മളുടെ വീടിൻ്റെ അടുത്ത് പട്ടിണി അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ 10 രൂപ ഒരു കുറച്ച് ദിവസം കൂട്ടി വെച്ചിട്ട് ഒരു തുകയായിട്ട് കൊടുത്താൽ അതാണ് ആർട്ട്. തൊട്ടടുത്ത് കിടക്കണ ഈ ആൾക്കാർക്ക് ചെയ്യാണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ ഇത് കിട്ടാൻ വേണ്ടി ചെയ്യണമെങ്കിൽ അത് ഒരു തെറ്റായ രീതി തന്നെ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുന്നതെല്ലാം നെഗറ്റീവായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആൾക്കാരോട് സിമ്പതി പാടില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര പരാജയങ്ങളും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ സമ്പന്നനായിട്ടുള്ളൊരു കസിൻ എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ 1 ലക്ഷം രൂപ കടം ചോദിച്ചു. അദ്ദേഹം ഒന്നും തന്നില്ല. അന്നേരം എനിക്ക് ഇറിറ്റേഷനൊക്കെ തോന്നി. പക്ഷെ ഞാൻ പറയും, അദ്ദേഹത്തിന് എന്നെ ഗുരുസ്ഥാനത്ത് കാണാനായിട്ടാണ് പിന്നീട് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹം പണം തരാഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രശ്നങ്ങളിലൂടെ കൂടുതൽ കടന്നു പോയതും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസിലോട്ട് വന്നതും അത്രയും പരാജയങ്ങളിലൂടെ കടന്നു പോയതാണ്. അപ്പം നമ്മൾ ആ പരാജയങ്ങളിലൂടെ കടന്നുപോയി വരുമ്പോൾ നമുക്ക് എപ്പോഴും സിമ്പതി, അത് പണം കൊടുത്ത് സഹായിക്കണേലല്ല നമ്മൾ ചെയ്യണം. അത് അത്ര എമർജൻസി സിറ്റുവേഷൻ, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ വേറെ ഒരു നിവൃത്തിയില്ലാത്ത ഇതിലൊക്കെ ആണെങ്കിൽ മാത്രം ചെയ്യേണ്ടതാണ്. അത് ആപ്റ്റാണ്, ജെന്യുവിനാണെങ്കിൽ ചെയ്യാം. അല്ലാണ്ടാണെങ്കിൽ നമുക്ക്, ഞാനിത് പണത്തിൻ്റെ മാത്രമല്ല, സിമ്പതി എന്ന് പറയുന്ന സാധനം കോമൺ ആയിട്ട് എല്ലാവരോടും വരേണ്ടതല്ല. നമുക്ക് പ്രാക്ടിക്കലായിട്ട് എമ്പതി വരിക, അത് പ്രാക്ടിക്കൽ കാര്യങ്ങളായിട്ട് ചിന്തിക്കുക. ആ രീതിയിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്തില്ലെങ്കിൽ വഴിയെ പോണ എണിയൊക്കെ കയറി വരും. നമുക്ക് ഈ വഴിക്കൊക്കെ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കും. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ എന്ത് ചെയ്തിട്ടും നമ്മൾ വിജയിക്കണില്ല, എന്ത് ചെയ്തിട്ടും ഞാൻ ആളെന്ന് പറഞ്ഞാൽ ആ വിജയിക്കാത്തതിൻ്റെ പേരിൽ നെഗറ്റീവ് എനർജി വരുന്ന കുറേ അധികം സോഴ്സുകളുണ്ട്. അതിലൊരു സോഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കും.